ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു കൂറ്റൻ മരുഭൂമിയാണ് കാണിക്കുന്നത്. വിജനമായ ആ പ്രദേശത്ത് ഒരു മനുഷ്യനെ പോലും കാണാനായി സാധിച്ചിരുന്നില്ല. എന്നാൽ ആ വിജനമായ പ്രദേശത്ത് അതിമനോഹരമായ ഒരു വീടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വീടിന് മുൻപിലായി ഒരു ഹെലികോപ്റ്റർ പറന്നിറങ്ങി. റിച്ചാർഡും ജെനിഫറുമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. റിച്ചാർഡ് അതിസമ്പന്നനും വിവാഹിതനുമാണ്. ജെനിഫർ അവൻ്റെ രഹസ്യകാമുകിയായിരുന്നു. ഇരുവരും വാരാന്ത്യം അടിച്ചു പൊളിക്കാനാണ് ഈ ഒരു ഏകാന്തമായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങുമ്പോൾ പൈലറ്റ് റിച്ചാർഡിന് ഒരു വെൽക്കം ഗിഫ്റ്റ് നൽകി. പയോട്ട എന്നറിയപ്പെടുന്ന ഒരു ലഹരിയായിരുന്നു ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. അവിടെ എത്തി ഇരുവരും തങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ജെനിഫർ ഫ്രിഡ്ജിൽ ഭക്ഷണ സാധനങ്ങൾ തിരയുകയാണ്. എന്നാൽ അതിനകത്ത് വൈൻ കുപ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വെള്ളം കുടിച്ച് ടേബിളിൽ ഇരുന്നിരുന്ന കുറച്ച് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ജനലിന് പുറത്തായി തോക്കുമായി നിൽക്കുന്ന 2 പേരെ അവൾ ശ്രദ്ധിക്കുന്നത്. അവർ അവളെ വളരെ മോശമായ രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. പരിഭ്രാന്തിയിലായ അവൾ റിച്ചാർഡിനെ വിളിച്ചു. റിച്ചാർഡ് വന്ന് അവർക്കായി വാതിൽ തുറന്നു കൊടുത്തു. സത്യത്തിൽ അവർ റിച്ചാർഡിൻ്റെ സുഹൃത്തുക്കളായ വിൻസെൻറ്റും ദിമിത്രിയുമായിരുന്നു. റിച്ചാർഡ് അവരെ ജെനിഫറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ജെനിഫർ തനിക്കൊപ്പം യാത്ര ചെയ്യുന്ന തൻ്റെ സുഹൃത്താണെന്ന് റിച്ചാർഡ് അവരോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ എല്ലാവരും പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ ദിമിത്രിയുടെയും വിൻസെൻറ്റിൻ്റെയും കണ്ണ് പയോട്ട എന്ന ആ ഒരു ഡ്രഗിൽ ഉടക്കുകയാണ്. അത് വളരെ ശക്തമായ ഒരു ഡ്രഗാണെന്നും അതുപയോഗിച്ചാൽ ശരീരത്തിന് വേദന അനുഭവപ്പെടില്ലെന്നും എന്നാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്നും റിച്ചാർഡ് അവർക്ക് മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ആ മരുന്ന് സുരക്ഷിതമായ ഒരിടത്ത് വയ്ക്കാനായി അവൻ ജെനിഫറിനോട് പറഞ്ഞു. ജെനിഫർ അത് തൻ്റെ ലോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ച ശേഷം തിരികെ വന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. ജെനിഫറിൻ്റെ നൃത്തം കണ്ട് വിൻസെൻ്റ് നിയന്ത്രണം വിട്ട് അവളോടൊപ്പം ആടാൻ തുടങ്ങി. ഇതിനിടയിൽ റിച്ചാർഡ് വന്ന് ജെനിഫറിനെ എടുത്ത് തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ റിച്ചാർഡ് കൂടെയില്ലെന്ന് ജെനിഫർ മനസ്സിലാക്കി. അവൾ പുറത്തേക്ക് വരുമ്പോൾ വിൻസെൻ്റ് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റിച്ചാർഡ് എന്തോ കാര്യത്തിനായി പുറത്തുപോയതാണെന്നും ദിമിത്രി മദ്യപിച്ചു ലക്ക് കെട്ട് ഉറങ്ങുകയാണെന്നും അവൻ പറഞ്ഞു. ജെനിഫർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിൻസെൻ്റ് അവളെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇതിഷ്ടപ്പെടാതെ തനിക്ക് വീട്ടിൽ പോകണമെന്നും അതുകൊണ്ട് തയ്യാറാവാനായി താൻ റൂമിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. എന്നാൽ ജെനിഫർ വസ്ത്രം മാറുന്നതിനിടയിൽ വിൻസെൻ്റ് അവിടേക്ക് കടന്നു വന്നു. അവൻ അവളുടെ അടുത്തിരുന്ന് അശ്ലീലമായ കാര്യങ്ങൾ സംസാരിക്കാനും അവളെ മോശമായ രീതിയിൽ സ്പർശിക്കാനും ആരംഭിച്ചു. ഈ സമയം ദിമിത്രി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും വിൻസെൻറ്റിനെ അവിടെ കണ്ട് അവൻ അവിടെ നിന്നും തിരികെ പോയി. നടന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടും ദിമിത്രി ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ നിന്നും മാറി. തുടർന്ന് വിൻസെൻ്റ് ക്രൂരമായി ജെനിഫറിനെ ബലാത്കാരം ചെയ്തു. ജെനിഫറിൻ്റെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാനായി ദിമിത്രി ടിവിയുടെ വോളിയം കൂട്ടിവെച്ച് കുളിക്കാനായി പോയി. ഈ സമയത്തെല്ലാം വിൻസെൻ്റ് ക്രൂരമായി അവളെ ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് റിച്ചാർഡ് തിരിച്ചെത്തി. വിൻസെൻ്റും ദിമിത്രിയും നിശബ്ദരായിരിക്കുന്നത് കണ്ട് അവൻ കാര്യം തിരക്കി. ജെനിഫറിനെ എന്തോ വിഷമമുണ്ടെന്ന് വിൻസെൻ്റ് പറഞ്ഞു. റിച്ചാർഡ് അകത്ത് ചെന്ന് നോക്കുമ്പോൾ പൊട്ടിക്കരയുന്ന ജെനിഫറിനെയാണ് കാണാനായി സാധിച്ചത്. വിൻസെൻ്റ് തന്നോട് ചെയ്ത ക്രൂരത അവൾ അവനോട് വിവരിച്ചു. ഉടനെ ഹെലികോപ്റ്റർ വിളിച്ച് തന്നെ വീട്ടിലെത്തിക്കാനായി അവൾ ആവശ്യപ്പെട്ടു. ഇത് കേട്ട റിച്ചാർഡ് വിൻസെൻറ്റിനെ വഴക്കു പറഞ്ഞു. അല്പസമയത്തിന് ശേഷം റിച്ചാർഡ് ജെനിഫറിനോട് പറഞ്ഞു എല്ലാം ശരിയാക്കി തരാമെന്നും അവളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം അയച്ചിട്ടുണ്ടെന്നും കാനഡയിൽ അവൾക്കായി ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നും ഈ നടന്നതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനും അവൻ ഉപദേശിച്ചു. എന്നാൽ ജെനിഫറിനെ അവൻ്റെ സംസാരം തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. തനിക്ക് ഇപ്പോൾ തന്നെ വീട്ടിൽ പോകണമെന്നും അല്ലെങ്കിൽ റിച്ചാർഡിൻ്റെ ഭാര്യയെ വിളിച്ച് എല്ലാ സത്യങ്ങളും പറയുമെന്നും അവൾ ഭീഷണിപ്പെടുത്തി. ദേഷ്യം വന്ന റിച്ചാർഡ് അവളുടെ മുഖത്തടിക്കുകയും തൻ്റെ ഭാര്യയെ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്നും പറഞ്ഞുകൊണ്ട് താക്കീത് നൽകുകയും ചെയ്തു. പേടിച്ചു പോയ ജെനിഫർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. റിച്ചാർഡും സുഹൃത്തുക്കളും അവൾക്ക് പിന്നാലെ പാഞ്ഞു. ഓടി ഒടുവിലവൾ ഒരു കൊക്കയുടെ അരികിലേക്കെത്തി. അവിടെ നിന്ന് താഴേക്ക് ചാടാൻ ഒരുങ്ങുന്ന അവളെ റിച്ചാർഡ് അനുനയിപ്പിക്കാനായി ശ്രമിച്ചു. താൻ അടിച്ചതിന് മാപ്പ് ചോദിച്ചവൻ പൈലറ്റിനെ വിളിച്ച് 30 മിനിറ്റിനുള്ളിൽ
ഹെലികോപ്റ്റർ എത്തിക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ജെന്നിഫർ ശാന്തയായതും റിച്ചാർഡ് അവളെ ആ വലിയ താഴ്ചയിലേക്ക് തള്ളിയിട്ടു. താഴെ വീണ അവളുടെ വയറ്റിലൂടെ ഉണങ്ങിയൊരു മരക്കൊമ്പ് തുളച്ചു കയറി. തങ്ങളെല്ലാവരും 15 വർഷം ജയിലിൽ കിടക്കാതിരിക്കാനാണ് താനിത് ചെയ്തതെന്ന് റിച്ചാർഡ് തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. ആരെങ്കിലും ചോദിച്ചാൽ തങ്ങൾ വേട്ടയാടാൻ വന്നതാണെന്നും ഒന്നും അറിയില്ലെന്നും പറയാൻ അവൻ അവരെ ചട്ടം കെട്ടി. ജെന്നിഫറുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അവർ കത്തിച്ചു കളഞ്ഞു. എന്നാൽ ജീവനുണ്ടായിരുന്ന ജെന്നിഫറിൻ്റെ ശരീരത്തിലൂടെ ഉറുമ്പുകൾ അരിച്ചു കയറുന്നുണ്ടായിരുന്നു. വേദന കടിച്ചമർത്തി അവൾ തൻ്റെ ലൈറ്ററെടുത്ത് ആ ഒരു മരക്കൊമ്പ് കത്തിച്ചു. മരം ദുർബലമായതും അവൾ അതിൽ നിന്നും താഴെ വീണു. അങ്ങനെ അവൾ ഇഴഞ്ഞു നീങ്ങി. ജെന്നിഫറിനെ തിരഞ്ഞ് കാറിലെത്തിയ ആ മൂവർ സംഘത്തിൻ്റെ ശബ്ദം കേട്ട് അവൾ ഒരു പാറയുടെ മറവിൽ ഒളിച്ചിരുന്നു. അവൾ അവിടെ ഇല്ലെന്ന് കണ്ട് റിച്ചാർഡ് ആകെ പരിഭ്രാന്തനായി. ജെന്നിഫറിനെ കൊല്ലാതെ തങ്ങൾക്ക് രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയവർ രാത്രിയിലും തിരച്ചിലിൽ തുടർന്നു. കാട്ടുപാതയിൽ ജെന്നിഫറിൻ്റെ രക്തക്കറ കണ്ടെത്തിയ അവർ അത് പിന്തുടർന്ന് ഒരു നദിക്കരയിലേക്കെത്തി. അവിടെ നിന്ന് അവൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് അവർക്ക് മനസ്സിലാക്കാനായി സാധിച്ചില്ല. അവർ 3 പേരും ചേർന്ന് ഒരു തീരുമാനത്തിലേക്കെത്തി. ഒരാൾ അവിടെ തന്നെ കാവൽ നിൽക്കുകയും ബാക്കി 2 പേർ 2 ദിശകളിലായി അവളെ തിരയുകയും ചെയ്യുക. വിൻസെൻറ്റിനെ അവിടെ നിർത്തി റിച്ചാർഡും ദിമിത്രിയും വ്യത്യസ്തമായ വഴികളിലൂടെ ജെന്നിഫറിനെ തേടിയിറങ്ങി. ഈ സമയം ജെന്നിഫർ അതിശക്തമായ വേദനയാൽ പുളയുകയായിരുന്നു. അവളുടെ ശരീരത്തിൽ ആ മരക്കഷ്ണം ഇപ്പോഴുമുണ്ട്. പെട്ടെന്നാണ് ഒരു വാഹനത്തിൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. ദിമിത്രി അവളെ തിരിഞ്ഞ് ആ വഴി വരുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് ഒരു പാറയുടെ മറവിൽ ഒളിച്ചിരുന്നു. ദിമിത്രിയോടെ വണ്ടി നിർത്തി പുറത്തിറങ്ങിയ സമയം നോക്കി ജെന്നിഫർ പതുക്കെ അവൻ്റെ തോക്ക് കൈക്കലാക്കി. അവനെ കൊല്ലാനായി അവൾ കാഞ്ചി വലിച്ചെങ്കിലും തോക്കിൽ തിരയുണ്ടായിരുന്നില്ല. ഇത് ശ്രദ്ധിച്ച ദിമിത്രി അവളെ അടിച്ച് നിലത്തിട്ടു. ജെന്നിഫറിനെ തനിക്ക് കിട്ടിയ വിവരം അവൻ വിൻസെൻറ്റിനെ അറിയിച്ചു. ഇത് കേട്ട വിൻസെൻ്റ് ആശ്വാസത്തോടെ തൻ്റെ വണ്ടിയിലിരുന്ന് പാട്ട് കേൾക്കാൻ ആരംഭിച്ചു. അതേസമയം ദിമിത്രി ജെന്നിഫറിനെ വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനായി ശ്രമിക്കുകയായിരുന്നു. മരണവെപ്രാളത്തിനിടയിൽ ജെന്നിഫർ അവൻ്റെ കയ്യിലിരുന്നിരുന്ന കത്തി കൈക്കലാക്കി അവൻ്റെ കണ്ണുകളിലേക്ക് കുത്തിയിറക്കി. ദിമിത്രി വേദന കൊണ്ട് അലറി കരയുകയും ഒടുവിൽ ആ നദിയിൽ തന്നെ വീണ് മരിക്കുകയും ചെയ്തു. അവൻ്റെ മൃതദേഹം വെള്ളത്തിൽ താഴ്ന്നതിന് പിന്നാലെ ജെന്നിഫർ അവൻ്റെ വണ്ടിയെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. എന്നാൽ കുറച്ചു ദൂരം പോയപ്പോഴേക്കും വണ്ടിയിലെ ഇന്ധനം തീർന്നു പോയിരുന്നു. പിന്നീട് അവിടെ നിന്നും നടന്ന് അവൾ ഒരു ഗുഹയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ദിമിത്രിയുടെ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ അവൾക്കൊരു ബിയർ ക്യാൻ കിട്ടി. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരുന്നവൾ അത് കുടിക്കാൻ തുടങ്ങി. തൻ്റെ വയറ്റിൽ തറച്ചിരുന്ന ആ മരക്കഷ്ണം നൽകുന്ന വേദന അവളെ കരയിപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ ലോക്കറ്റിലിരുന്ന ആ മയക്കമരുന്നിനെക്കുറിച്ച് അവൾ ഓർക്കുന്നത്. റിച്ചാർഡ് പറഞ്ഞതുപോലെ ആ ലഹരി മരുന്ന് കഴിച്ചതോടെ അവൾക്ക് വേദന അനുഭവപ്പെടാതെയായി. ആ ധൈര്യത്തിൽ അവൾ കത്തിയെടുത്ത് തൻ്റെ വയറ്റിലെ മുറിവ് ഒന്നുകൂടി വലുതാക്കി ആ മരക്കഷ്ണം പുറത്തെടുത്തു. മുറിവിൽ നിന്നും രക്തം വാർന്നൊഴുകാൻ തുടങ്ങിയപ്പോൾ അവൾ ബിയർ ക്യാൻ മുറിച്ചെടുത്ത് അത് ചൂടാക്കി മുറിവിൽ വെച്ച് പൊള്ളിച്ചു. അങ്ങനെ രക്തസ്രാവം നിലയ്ക്കുകയും അവൾ അവിടെ കിടന്ന് മയങ്ങിപ്പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ വിൻസെൻ്റ് വണ്ടിയിലിരുന്ന് ഉറങ്ങുമ്പോൾ റിച്ചാർഡ് വന്ന് ഒരു ചത്ത മൃഗത്തെ അവൻ്റെ വണ്ടിയിലേക്ക് എറിയുകയാണ്. പേടിച്ചുപോയ വിൻസെൻ്റ് മുഖം കഴുകാനായി നദിയിലേക്കിറങ്ങി. ഈ ഒരു സമയത്താണ് ദിമിത്രിയുടെ ശവശരീരം വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരുന്നത് അവൻ കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് അവൻ ഭയന്നോടി. ജെന്നിഫർ തങ്ങളെ ഓരോരുത്തരെയായി വേട്ടയാടാൻ തുടങ്ങിയെന്ന് റിച്ചാർഡ് മനസ്സിലാക്കി. തെളിവ് നശിപ്പിക്കാനായി അവർ ദിമിത്രിയുടെ വസ്ത്രത്തിനുള്ളിൽ കല്ലുകൾ നിറച്ച് അവനെ നദിയുടെ ആഴങ്ങളിലേക്ക് താഴ്ത്തി. ഈ സംഭവങ്ങൾക്ക് കാരണക്കാരനായ റിച്ചാർഡിനെ കുറ്റപ്പെടുത്തിയ വിൻസെൻറ്റിനെ റിച്ചാർഡ് ക്രൂരമായി മർദ്ദിച്ചു. അവൻ്റെ മൂക്ക് തകർന്നുപോയി. എങ്കിലും ജെന്നിഫറെ കൊല്ലാതെ തങ്ങൾക്ക് രക്ഷയില്ലെന്നറിയാവുന്ന 2 പേരും വീണ്ടും അവൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഇതേ സമയം ജെന്നിഫർ ഒരു സ്വപ്നം കണ്ട് ഞെട്ടിയുണരുകയാണ്. റിച്ചാർഡ് തന്നെ വെടിവെക്കുന്നതായിരുന്നു ആ സ്വപ്നം. ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ മുറിവ് ഉണങ്ങിയതായും അവിടെ ബിയർ ക്യാനിൻ്റെ ആകൃതിയിലുള്ള ഒരടയാളം വന്നതായും അവൾ കണ്ടു. അവൾ ആയുധങ്ങളുമായി പുറത്തിറങ്ങി ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ റിച്ചാർഡിനെയും വിൻസെൻറ്റിനെയും കാണുകയാണ്. അവർ 2 പേരും പിരിഞ്ഞ് തന്നെ തിരയാൻ പോവുകയാണെന്ന് അവൾ മനസ്സിലാക്കി. റിച്ചാർഡ് കിഴക്ക് ഭാഗത്തേക്ക് പോയപ്പോൾ വിൻസെൻ്റ് തൻ്റെ മുറിവ് കണ്ണാടിയിലൂടെ നോക്കുകയായിരുന്നു.
ആ കണ്ണാടിയിലെ പ്രതിഫലനത്തിലൂടെ ജെനിഫർ അവൻ്റെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കി. വിൻസെൻ്റ് വണ്ടിയുമായി നീങ്ങിയപ്പോൾ അവൾ അവനെ പിന്തുടർന്നു. വഴിയിൽ വെച്ച് അവൻ്റെ വണ്ടിയിലെ ഇന്ധനം തീർന്നു പോയപ്പോൾ അവൻ പുറത്തേക്കിറങ്ങി പെട്രോൾ നിറയ്ക്കാനായി ശ്രമിക്കുകയാണ്. ഈ തക്കം നോക്കി ജെനിഫർ വെടിയുതിർത്തെങ്കിലും അതവൻ്റെ തോളിലാണ് കൊണ്ടത്. മുറിവേറ്റ വിൻസെൻ്റ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ജെനിഫർ അവൻ്റെ രക്തത്തുള്ളികൾ നോക്കി പിന്നാലെ പോയി. ബുദ്ധിമാനായിരുന്ന വിൻസെൻ്റ് രക്തം വീഴാതിരിക്കാനായി തൻ്റെ സോക്സ് എടുത്ത് മുറിവിൽ കെട്ടിവെച്ചു. അങ്ങനെ ജെനിഫറിനെ അവൻ്റെ വഴി തെറ്റി. ഒരു പാറയുടെ മുകളിൽ ഒളിച്ചിരുന്നിരുന്ന വിൻസെൻ്റ് ജെനിഫറെ വെടിവെച്ചെങ്കിലും അത് അവളുടെ കാതിനെ മുറപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി. വിൻസെൻ്റ് തുരത്തുരാ വെടിവെച്ചെങ്കിലും ജെനിഫർ ഒഴിഞ്ഞുമാറി. ഓടുന്നതിനിടയിൽ അവൾ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് പൊട്ടിച്ച് അതിൻ്റെ ചില്ല് കഷ്ണങ്ങൾ വഴിയിൽ വിതറിയിരുന്നു. അത് ശ്രദ്ധിക്കാതെ വന്ന വിൻസെൻറ്റിൻ്റെ കാലിൽ ചില്ല് തറച്ചു കയറുകയും അവൻ വേദന കൊണ്ട് പുളയുകയും ചെയ്തു. അവൻ എങ്ങനെയൊക്കെയോ തൻ്റെ വണ്ടിയിലേക്ക് തിരിച്ചെത്തി. ജെനിഫറിനെ വണ്ടിയടിച്ച് കൊല്ലാനായി അവൻ ശ്രമിച്ചെങ്കിലും തോക്കുമായി വഴിയിൽ കാത്തു നിന്നിരുന്ന ജെനിഫറിൻ്റെ മൂന്നാമത്തെ വെടിയുണ്ട അവൻ്റെ തലയിലേക്ക് തന്നെ തുളച്ചു കയറി. വിൻസെൻ്റ് അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. അവൻ്റെ വണ്ടിയെടുത്ത് ജെനിഫർ നേരെ റിച്ചാൾഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. റിച്ചാൾഡ് അവിടെ പൈലറ്റിനെ വിളിച്ച് രക്ഷപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്നിരുന്ന റിച്ചാൾഡ് ആരോ വരുന്ന ശബ്ദം കേട്ട് തോക്കുമായി പുറത്തേക്കിറങ്ങി. പെട്ടെന്നാണ് തൻ്റെ മുൻപിൽ തോക്കുമായി നിൽക്കുന്ന ജെനിഫറിനെ അവൻ കാണുന്നത്. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ജെനിഫർ അവൻ്റെ വയറ്റിലേക്ക് വെടിവെച്ചു. റിച്ചാൾഡ് തിരിച്ചും വെടിവെച്ചെങ്കിലും അവൾ സോഫയുടെ പിന്നിലായി ഒളിച്ചിരുന്നു. മാരകമായി മുറിവേറ്റ റിച്ചാൾഡ് രക്തം വാർന്ന് തറയിലൂടെ ഇഴഞ്ഞു നീങ്ങി. ജെനിഫർ അവൻ്റെ രക്തക്കറ പിന്തുടർന്ന് അവനെ വേട്ടയാടാൻ തുടങ്ങി. ഇതിനിടയിൽ മുറിവിൽ പ്ലാസ്റ്റിക് കവർ ചുറ്റി രക്തം വരുന്നത് തടയാൻ റിച്ചാൾഡ് ശ്രമിക്കുന്നുണ്ട്. വീടിനുള്ളിലെ ആ ഒളിച്ചുകളിക്കൊടുവിൽ ജെനിഫർ റിച്ചാൾഡിനെ കണ്ടെത്തി. എന്നാൽ തറയിലെ രക്തത്തിൽ തന്നെ അവൾ താഴെ വീണു. ആ സമയം റിച്ചാൾഡ് അവളെ ആക്രമിച്ച് ബോധം കെടുത്താനായി ശ്രമിക്കുകയാണ്. അവൻ അവളുടെ കഴുത്തു ഞെരിക്കുമ്പോൾ ജെനിഫർ അവൻ്റെ വയറ്റിലെ മുറിവിൽ ആഞ്ഞമർത്തി. വേദന കൊണ്ട് അവൻ പിടിവിട്ട ആ നിമിഷം ജെനിഫർ തോക്കെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് വെടിവെച്ചു. റിച്ചാൾഡ് അവിടെ വെച്ച് തന്നെ മരിച്ചു വീണു. തൻ്റെ ശത്രുക്കളെയെല്ലാം ഇല്ലാതാക്കി രക്തത്തിൽ കുളിച്ച ജെനിഫർ ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി വരുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനായുള്ള ഹെലികോപ്റ്റർ വരുന്നുണ്ടായിരുന്നു. ക്രൂരമായ ചതിക്കിരയായ ഒരു പെൺകുട്ടിയുടെ പ്രതികാരത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്.